എല്ലാവർക്കും മിടുക്കിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ചെയ്തെടുക്കാവുന്ന ഒരു 4 മണി പലഹാരവുമായാണ്. നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. ഇതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് നല്ലൊരു പഴുത്തൊരു നേന്ത്രപ്പഴം, 1/4 കപ്പ് പഞ്ചസാര, 1/2 കപ്പ് ഗോതമ്പ് പൊടി, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, പിന്നെ ഒരു 3-4 ഏലക്കായ കൂടി എടുത്തിട്ടുണ്ട്. ഇനി ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഈ നേന്ത്രപ്പഴം ചെറിയ ചെറിയ പീസുകളായി മുറിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1/4 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1/2 കപ്പ് നമ്മൾ മാറ്റി വെച്ചിട്ടുള്ള ഗോതമ്പ് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ട് നമുക്കൊന്ന് അരച്ചെടുക്കാം. ഇതിലേക്ക് ഏലക്കായ കൂടി ചേർത്ത് കൊടുക്കണം, അത് വിട്ടുപോയതാണ്. ഇതിപ്പോൾ കുറച്ച് കട്ടി കൂടുതലാണ്, അതുകൊണ്ട് ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് ഒന്നുകൂടി നമുക്ക് അരച്ചെടുക്കാം. ഇനി ഇത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിനുശേഷം അതിലേക്ക് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് ബേക്കിംഗ് സോഡ കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഒരു പാൻ വെച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഈ മിക്സിലേക്ക് കുറച്ച് കരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ ചേർത്ത് കൊടുത്താൽ മതി. ഇവിടെ കരിഞ്ജീരകത്തിൻ്റെ മണം എല്ലാവർക്കും നല്ല ഇഷ്ടമാണ്. നിങ്ങൾക്കത് താല്പര്യമില്ലെങ്കിൽ നിങ്ങൾക്കത് ഒഴിവാക്കാം. ഇനി ചൂടായ എണ്ണയിലേക്ക് ഓരോ സ്പൂൺ വീതം നമ്മുടെ മാവ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതിൻ്റെ താഴ്ഭാഗം മൊരിഞ്ഞതിന് ശേഷം നമുക്ക് മറ്റേ ഭാഗം കൂടി മൊരിയിച്ചെടുക്കാം. വളരെ ഈസി ആയിട്ട് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാവുന്ന ഒരു 4 മണി പലഹാരമാണിത്. ഒരു പഴം കൊണ്ട് തന്നെ നമുക്ക് ഒരു പ്ലേറ്റ് നിറയെ നമുക്ക് ഈ ഒരു സ്നാക്ക് തയ്യാറാക്കാൻ പറ്റും. അതാണ് അതിൻ്റെ പ്രത്യേകത. ഞാനിവിടെ ഗോതമ്പാണ് എടുത്തത്. നിങ്ങൾക്ക് ഗോതമ്പിന് പകരം മൈദ വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഒരു ഭാഗം മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് മറ്റേ സൈഡ് കൂടി മൊരിയിച്ചെടുക്കാം. രണ്ട് ഭാഗവും മൊരിഞ്ഞ് വരുമ്പോൾ നമുക്ക് അത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ളത് കൂടി ചെയ്തെടുക്കാം. നേന്ത്രപ്പഴം കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്ന ഒരു 4 മണി പലഹാരമാണിത്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്